ഹഗ്ഗായി 2:19 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇന്നു മുതൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഇന്നു മുതൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. യേശു മഹത്വപൂർണനായിട്ട് ഇവിടെയുണ്ട്. നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചേ അവൻ പറഞ്ഞയക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ പറ്റാത്ത വിധമുള്ള അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി വേദനയോ ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി. കർത്താവ് ഓരോ കൺവെൻഷനുകളും ഒരുക്കുന്നത്, ഞാൻ പറയുന്നു, കണ്ണുനീര് തുടച്ചു മാറ്റാനാ. തൻ്റെ മക്കളുടെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ, അവരുടെ തകർച്ചകളും വേദനകളും നൊമ്പരങ്ങളും പരാജയങ്ങളുമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഓരോ കൺവെൻഷനും ഒരുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ വേദനകളിലേക്ക്, അവൻ്റെ പരാജയങ്ങളിലേക്ക്, അവൻ്റെ കണ്ണുനീരിലേക്ക് കടന്നു വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്നവനാ നമ്മുടെ ദൈവം, കർത്താവായ യേശു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം, ആകാശത്തിനു കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി ഒരേ ഒരു നാമമേ മാനവരാശിക്ക് ദൈവപിതാവ് നൽകിയിട്ടുള്ളൂ. ആ നാമം യേശു എന്ന നാമമാണ്. ആര് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നുവോ, റോമ 2:12, ദൈവത്തിന് മുഖംനോട്ടമില്ല. ദൈവത്തിന് മുഖംനോട്ടമില്ല. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ അവന് വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ അവരെ യേശു അനുഗ്രഹിച്ചിരിക്കും. അവരുടെ കണ്ണുനീര് അവൻ തുടച്ചിരിക്കും. അവരുടെ തലമുറകളെ അവൻ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന നാമം വിളിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് വിളിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഒന്നുകൂടെ വിളിച്ചേ, ഒരു പ്രാവശ്യം കൂടെ വിളിച്ചേ, യേശുവേ. ഹല്ലേലൂയ. യേശു എന്ന നാമം വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മാസം കളത്തിപ്പടി കോട്ടയത്ത് ക്രിസ്ത്യനിൽ നമ്മുടെ താമസത്തിൽ ധ്യാനം നടക്കുക. ധ്യാനം കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ തുടങ്ങി. അപ്പോൾ 2 വ്യക്തികൾ, 3 പേരാണ്. ഒരാൾ ഒറ്റയ്ക്ക്, ആദ്യം ഒരു ചെറുപ്പക്കാരൻ ഓടി എൻ്റെ അടുക്കൽ വന്നു.
എന്നോട് പറയുകയാണ്, ബ്രദറെ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാനുള്ള ശ്രമമായിരുന്നു. ഇതുവരെ പല കാരണങ്ങളിൽ നടന്നില്ല. അവസാനം ഇറ്റലിക്ക് പോകാനോ മറ്റോ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിനുവേണ്ടി കാത്തിരുന്നു. അതും പല കാരണങ്ങളിൽ മാറി പോവുകയാണ്. അപ്പം ആരോ പറഞ്ഞു, ധ്യാനം കൂടി പ്രാർത്ഥിക്ക്, ദൈവം ഇടപെടും. അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. ആ മകൻ പറയുകയാണ്, ധ്യാനത്തിന് പ്രവേശിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. പ്രത്യേകം പറയുന്നുണ്ട്, ധ്യാനം തുടങ്ങിയാൽ പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം. ധ്യാനത്തിൻ്റെ അവസാന അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും വിട്ടു പോകുവാനായിട്ട് ആ മകൻ പറയുകയാണ്, ഞാൻ എൻ്റെ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ പടപടാം മെസ്സേജുകൾ വരികയാണ്. ആ മെസ്സേജിൻ്റെ കൂട്ടത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ മെസ്സേജുണ്ട്. ഇറ്റലിക്ക് പോകാനുള്ള വിസ അടിച്ചിരിക്കുന്നു, എല്ലാം ഓക്കെയാണ്. ഹല്ലേലൂയ! ഒന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ആ ചെറുപ്പക്കാരൻ പറയുക, ബ്രദറെ, അത്ഭുതം നടന്നിരിക്കുക. എനിക്കിത് അതിൻ്റെ എല്ലാ അതിൻ്റെ കാര്യങ്ങൾ ഇത് വന്നിരിക്കുകയാണ് മെസ്സേജായിട്ട്. സന്തോഷമായിട്ടാണ് പോയത്. ഇവൻ പറഞ്ഞങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇതാ ഒരു അപ്പനും മകളും കൂടെ ഓടി വരുന്നു. അപ്പം എന്ന് പറയുക, ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ധ്യാനിക്കാൻ വന്നതാ. എൻ്റെ മകൾക്ക് ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലത്ത് ശ്രമിച്ചു, PSC ടെസ്റ്റ് എഴുതി പല കാര്യങ്ങൾ ചെയ്തു, ഇതുവരെ ജോലി ആയില്ല. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മൊബൈൽ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം വരുന്ന മെസ്സേജ് ഇതാണ്, ആ മകൾക്ക് ജോലിക്ക് അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നു ഗവൺമെൻറ് സർവീസിൽ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ ഈ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. തൻ്റെ മക്കളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം അത്രമാത്രം നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുന്നു. മാനവരാശിയെ മുഴുവൻ സ്നേഹിച്ചതുകൊണ്ട് ദൈവം, പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ! ഉറപ്പാണ്, ഈ ഇടവകയെ, ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് പോകുക. ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. ഈ വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുക. കരമടിച്ച് നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ! ലൂക്കാസ് സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശു നായിൻ എന്ന പട്ടണത്തിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടെയുണ്ട്. വലിയ ഒരു ജനാവലി യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. ആ പട്ടണത്തിൻ്റെ തെരുവീഥിയിലൂടെ ഒരു മൃതസംസ്കാര യാത്ര കടന്നു വരികയാണ്. ഒരു അമ്മ വിധവയാണ്. അമ്മയുടെ ഏക മകൻ മരിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ഒറ്റ മകനേ ഉള്ളൂ. ഒറ്റ മക്കളുള്ള അമ്മമാരുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം മകനെക്കുറിച്ച് തന്നെ. ഒരു മകളെ ഉള്ളെങ്കിൽ എല്ലാ പ്രതീക്ഷകളും മകളെക്കുറിച്ചാണ്. ശരിയല്ലേ? അല്ലേ അമ്മമാരെ? അതെ. ഒറ്റ ഒരു മകനോ മകളെ ഉള്ളെങ്കിൽ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ആണ് പ്രതീക്ഷ. സ്വപ്നങ്ങളെല്ലാം അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഇവിടെ ഈ അമ്മയ്ക്ക് വിധവയാണ്. അപ്പോൾ ഭർത്താവ് എന്ന് മരിച്ചുപോയി. എങ്ങനെ മരിച്ചെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭർത്താവ് മരിച്ചുപോയതിൻ്റെ ദുഃഖം പേറി ജീവിക്കുന്ന ഒരമ്മ, ഒരു വിധവ. ആ വിധവയുടെ ഏകമകൻ മരിച്ചുപോയി. ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായ വലിയ ഒരു ദുഃഖത്തിലാണ്. മകൻ നഷ്ടപ്പെട്ട ദുഃഖം, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുഃഖം, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയെ നമ്മളിവിടെ വചനത്തിൽ കാണുന്നത്. നായീൻ എന്ന പട്ടണത്തിൻ്റെ തെരുവിലൂടെ ആ ശവസംസ്കാര യാത്ര കടന്നു വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ വീഥിയിലൂടെ യേശുവും വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ! തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ യേശു വരും.
നിന്റെ കുടുംബത്തിലേക്ക് ഈ ദിവസങ്ങളിൽ യേശു വരും. നിന്റെ കണ്ണുനീരിലേക്ക് യേശു വരും. നിന്റെ കടബാധ്യതയിലേക്ക് യേശു വരും. നിന്റെ തകർച്ചകളിലേക്ക് യേശു വരും. ഉറപ്പാ. ഹല്ലേലൂയ. നീ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ച് ശാന്തമായിട്ടിരുന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഇരുന്നാൽ മതി. യേശു നിന്റെ ജീവിതത്തെ തൊടാൻ പോകുക, അനുഗ്രഹിക്കാൻ പോകുക. ഹല്ലേലൂയ. ഒരിക്കൽ ഒരമ്മ നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുക. പ്രായമുണ്ട്, ഒരു 70 വയസ്സ് പ്രായമുണ്ട്. ഈ അമ്മച്ചി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ഈ അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചി എവിടുന്നാണ് വരുന്നത്, സ്ഥലപ്പേരൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് എന്നാ വിഷമം? അമ്മച്ചിക്ക് പലവിധ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ പറഞ്ഞു, ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പിന്നെ 3 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെയൊക്കെ കഷ്ടപ്പെട്ടു വളർത്തി, അവരെല്ലാം കെട്ടിച്ചു വിട്ടു. അവരൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ താമസിക്കുന്നു സന്തോഷമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി വീട്ടിൽ വേറെ ആരുണ്ട്? അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അയൽവക്കത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി കൂട്ടുകിടക്കാനായിട്ട് വരും. മക്കളൊക്കെ വല്ലപ്പോഴും ഒക്കെ വന്ന് കണ്ടു കേട്ട് അന്വേഷിച്ചിട്ട് അവർ പോവുകയും ചെയ്യും. ഒരു ഈസ്റ്റർ കഴിഞ്ഞുള്ള ഒരു ധ്യാനത്തിലാണ് ഈ അമ്മ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അമ്മച്ചി ഈ വെള്ളിയാഴ്ച ഈസ്റ്ററൊക്കെ ആയിരുന്നല്ലോ, അമ്മച്ചിയുടെ മക്കളൊക്കെ അമ്മച്ചിയെ കാണാനായിട്ട് വന്നു. പാവം അമ്മച്ചിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. എന്നാ പറയുക, അവർക്കൊക്കെ തിരക്കല്ലേ, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്. ഭർത്താവ് പറയുന്നില്ലേ അവർക്കൊക്കെ ചെയ്യാനായിട്ടൊക്കത്തുള്ളൂ. അവർക്ക് തിരക്ക് കാര്യങ്ങൾ. ഈസ്റ്റർ ആയിട്ട് മക്കളൊന്നും വന്നില്ല. ഇത് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് അടർന്നു വീഴുകയാണ്. കയ്യിൽ ഒരു ചെറിയ തുവാല, പൂക്കളൊക്കെയുള്ള ഒരു കുഞ്ഞു തുവാലയുണ്ട്. ആ തുവാല കൊണ്ട് ആ കണ്ണുനീര് അമ്മ തുടച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. 3 പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. അവരൊക്കെ അവിടെ ജീവിത വഴികളിലായി. ഈസ്റ്റർ ദിനം പോലും അവർക്ക് ഒന്ന് കടന്നു വരാനായിട്ട് സാധിച്ചില്ല. അവർ വന്നില്ല. ആ അമ്മയുടെ കണ്ണുകളിലൂടെ അടർന്നു വീഴുന്ന കണ്ണുനീര് എനിക്കും സങ്കടം തോന്നി. ആ ചെറിയ തുവാല എടുത്ത് ആ കണ്ണുനീര് തുടച്ചു. അമ്മച്ചി പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല. പാവം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മച്ചി പറയുകയാണ്, അമ്മച്ചിക്ക് നടുവേന, പുറംവേന, പല അസുഖമൊക്കെ ഉണ്ട്. ഞാൻ വലിയ സ്നേഹത്തോടെ അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി വലിയ സ്നേഹത്തോടെ എൻ്റെ തലയിലോട്ട് കൈവച്ചു. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കുനിഞ്ഞു കൊടുത്തു. അമ്മ എൻ്റെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഒരു മകനെ അനുഗ്രഹിക്കുന്ന പോലെ അമ്മച്ചി എന്നെ അനുഗ്രഹിക്കുക. എന്നിട്ട് പറഞ്ഞു, മോന് വേണ്ടി, മോൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കൊന്തയില്ലി പ്രാർത്ഥിച്ചോളാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്രയോ അമ്മമാര് മക്കളെ ഓർത്ത് കണ്ണുനീരൊടുക്കുന്നു. എത്രയോ അപ്പന്മാര് മക്കളെ ഓർത്ത് വേദനിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ, ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. അത് വലിയൊരു സന്തോഷത്തിൻ്റെ വചനമാണ്. വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ ആയിരിക്കും. ഇവിടെ പ്രായമായി തുടങ്ങിയവരൊക്കെ ഇരിപ്പുണ്ട്. നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലെത്തി രക്ഷിക്കുകയും ചെയ്യും. നിനക്ക് നര ബാധിക്കുമ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോഴും നിന്നെ വഹിക്കുന്ന, നിന്നെ ചുമലിലേറ്റുന്ന,
നിന്നെ താങ്ങുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷേ നീ സ്നേഹിച്ചവർ, നീ ജീവിതം കൊടുത്ത് വളർത്തിയവർ, നിന്റെ മക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ നിന്നെ കൈവിട്ടാലും, നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ നരബാധിക്കുമ്പോഴും നിന്നെ കൈകളിൽ വഹിക്കുന്ന ദൈവം, നിനക്ക് നരബാധിക്കുമ്പോഴും നിന്നെ ചുമലിലേറ്റുന്ന ദൈവം. പ്രായമായ അപ്പച്ചമാരും അമ്മച്ചമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സങ്കടപ്പെടണ്ട, നിങ്ങൾ കർത്താവിൻ്റെ കൈകളിലാ, കർത്താവിൻ്റെ കൈകളിലാ നിങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും. മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും, ജീവിത പങ്കാളി സ്നേഹിച്ചില്ലെങ്കിലും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.